ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, ആ ഡോക്ടർ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കാണോ? ഇപ്പൊ പോലീസുകാര് വരുമോ? എനിക്ക് അറിഞ്ഞൂടാ മോളെ. ഇനിയിപ്പൊ ഇതിന്റെ കൂടെ അതും കൂടെ താങ്ങേണ്ടി വരുമോ എന്തോ. ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികളുടെ തോന്നലാകാനാണ് സാധ്യത. സർപ്പബലി കഴിഞ്ഞ നിമിഷം മുതല് ഗാഥമോള് അല്പം പരിഭ്രമിക്കുന്ന മാനസികാവസ്ഥയില. ഗാഥമോള് മാത്രമാണ് നാഗത്തെ കണ്ടതെന്ന് പറയായിരുന്നെങ്കിൽ അങ്ങനെ കരുതായിരുന്നു. ഇത് നവീനും അത് ഉറപ്പാ. തിരുമേനി, കളരിക്കിലെ ദോഷം ഇതുവരെ തീർന്നിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. നാഗദൈവങ്ങൾ സംപ്രീതരല്ലെങ്കിൽ ഒരു കാരണവശാലും സർപ്പബലി കളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. 100 പാലും സ്വീകരിച്ച് പ്രാർത്ഥനകൾക്ക് മറുപടിയായി അനുഗ്രഹവും തന്നിട്ടാണ് നാഗങ്ങൾ തിരിച്ചുപോയത്. ഇതിനപ്പുറത്തേക്ക് ഒരു സൂചനയും ആവശ്യമില്ലല്ലോ. സംശയമില്ല, തോന്നൽ തന്നെയാണ്. എങ്കിൽ അങ്ങ് പറയൂ, അത് മറികടക്കുന്നതിന് എന്താ മാർഗം? ഇത്രയും നാള് എല്ലാവരുടെ മനസ്സും കലുഷിതമായിരുന്നു. അതിന്റെ അലയൊലികൾ പല മനസ്സുകളിലും ബാക്കി കിടക്കുന്നുണ്ടാവും. കുട്ടികൾ രണ്ടുപേരുടെ മനസ്സിലും അത് അടിയുറച്ചു കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഐശ്വര്യ പൂജ നടത്തുന്നത് ഉത്തമം. നടത്താം. ഇനിയൊരിക്കലും ഇങ്ങനെയൊരു പേടി ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നാൽ മാത്രം മതി. ആകട്ടെ. പക്ഷെ ഒരു കാര്യം, നാഗപൂജയിൽ പങ്കെടുക്കുന്നത് നാഗപ്രീതിയുള്ള കുട്ടിയാണ്. നമുക്കൊരു സംശയമില്ല. ആ പെൺകുട്ടി വന്ന വഴിയും അത് പോകാനുള്ള സാധ്യതയും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അതായത് നവീന്റെ ഭാര്യയായി നാഗപ്രീതിയുള്ള കുട്ടിക്ക് പകരം മറ്റൊരു കുട്ടി വരികയും ആ കുട്ടിയാണ് ഐശ്വര്യപൂജയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അത് നാഗങ്ങളെ പരീക്ഷിക്കുന്നത് പോലെയാകും. അതിന്റെ ദോഷമുണ്ടാവുകയും ചെയ്യും. ഇല്ല തിരുമേനി, പൂജയിൽ പങ്കെടുക്കുന്ന കുട്ടി തന്നെയാണ് കളരിക്കൽ ഇപ്പോഴുള്ളത്. അതുറപ്പാ. എങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. ഐശ്വര്യപൂജയുടെ തീയതി സിദ്ധനുമായി ആലോചിച്ചതിന് ശേഷം ഞാൻ പറയാം. അനുഭവിക്കാനുള്ളതൊക്കെ എന്റെ കുട്ടികൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഭയം ഉണ്ടാവരുത്. പ്രകൃതി അങ്ങനെയാണ്. ചില സമയങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തും, ചില സമയങ്ങളിൽ ചേർത്ത് പിടിക്കും. രണ്ടും ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരുടെ ചുമതല. ധൈര്യമായിട്ട് പോയിക്കോളൂ, എല്ലാം ശുഭമായി വരും. തറവാട്ടിന്ന് ആരും ഇതുവരെ വിളിച്ചില്ലല്ലോ അച്ഛാ. അമ്മയ്ക്ക് ഇത്ര സീരിയസ് ആയിട്ട് പോലും. ഇത്രയും സീരിയസ് ആണെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് അവർ കണ്ട കാര്യങ്ങൾ, പിന്നെ നിർമ്മല ഇതുവരെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അതൊക്കെ എത്രയോ നിസ്സാരം. സത്യം പറഞ്ഞ കുറച്ചു നേരത്തേക്ക് ശല്യം ഒഴിവായി കിട്ടിയല്ലോ എന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവും. ബോധം വന്നു കഴിയുമ്പോ അമ്മ ഇതൊക്കെ അറിയുമല്ലോ. അപ്പൊ അമ്മ കണക്ക് ചോദിക്കാതെ ഇരിക്കില്ല. കണക്ക് ചോദിക്കാൻ ആദ്യം കിടന്നിടത്തുനിന്ന് അമ്മ എഴുന്നേൽക്കൊന്ന് നോക്കട്ടെ. അയ്യോ, അതെ, പേഷ്യന്റിനെ ചെന്ന് കണ്ടോളാൻ ഡോക്ടർ പറഞ്ഞു. അമ്മയ്ക്ക് ബോധം വേണോ സിസ്റ്ററെ? ഒന്ന് ജസ്റ്റ് കയറി കണ്ടോളാനേ ഡോക്ടർ പറഞ്ഞുള്ളൂ. വിളിക്കണ്ട, ഉണർത്താൻ ശ്രമിക്കണ്ട, ഉണരില്ല. അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ. എന്നെ വഴക്ക് പറയുമെങ്കിലും എനിക്ക് എന്റെ ജീവനായിരുന്നു എന്റെ നിർമ്മലെ. അമ്മ എനിക്കമ്മ, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ലേ. അമ്മ പറഞ്ഞിട്ടുണ്ട് തോക്കാനും മരിക്കാനും തയ്യാറാണ്,
പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരൂന്ന്. പോട്ടെ മോളെ, അമ്മ തിരിച്ചു വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കും. ഓ, ഇതിപ്പോ മറ്റൊരാളോട് പറയാനും പറ്റില്ല, ഒരാളെ സഹായത്തിന് വിളിക്കാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് ദൈവമേ. അച്ഛാ, അമ്മയ്ക്ക് ബോധം വീണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ അത് പ്രശ്നോ. അമ്മ അമ്മ ഒന്ന് എഴുന്നേക്കമ്മ, അമ്മ എഴുന്നേക്കമ്മ, അമ്മ 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 അതെ, എഴുന്നേക്കമ്മ. നിങ്ങളെന്തീ കാണിക്കുന്നേ? പുറത്തേക്ക് ഇറങ്ങിക്കേ. ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങ്. മോളെ, അമ്മ വാ വാ. അച്ഛാ, ആ ഡോക്ടർ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കാണോ? ഇപ്പൊ പോലീസുകാര് വരുമോ? എനിക്ക് അറിഞ്ഞൂടാ മോളെ, ഇനിയിപ്പൊ ഇതിന്റെ കൂടെ അതും കൂടെ താങ്ങേണ്ടി വരുമോ എന്തോ. ശ്ശോ. സുനന്ദേ, സുനന്ദേ, ഗോപാലേട്ടാ, എടി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? എന്താ? എടി, വൈകുന്നേരം വരുമ്പോ എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വരേണ്ടത്? നീ ഇന്നലെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ വലിയ കൂട്ടങ്ങളൊന്നും വേണ്ട, കുറച്ച് പച്ചക്കറികൾ മാത്രം മതി. ഓ, ആ തങ്കം, ഗുളിക എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? വാങ്ങിക്കണോ? 2-3 ദിവസത്തേക്കും കൂടെ ഉണ്ട് ഗോപാല, അത് കഴിഞ്ഞ് വാങ്ങിയാ മതി. ഓരോന്ന് പറഞ്ഞിരുന്നു വൈകി, പെട്ടെന്ന് പോവാൻ നോക്കട്ടെ. എന്റെ ഗോപാലമാമ, ഒരു പണിക്കിറങ്ങുമ്പോ നേരത്തും കാലത്തൊക്കെ ഇറങ്ങണ്ടേ? വന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല, മോളെങ്ങോട്ട് പോവാ? അത് നല്ല ചോദ്യം. ഗോപാലമാമന്റെ കൂടെ ഞാൻ എവിടേക്കാ വരാറുള്ളത്? ലോട്ടറി വിൽക്കാൻ. ഇന്ന് മുതലേ ഞാനും ഇറങ്ങാം. വേണ്ട മോളെ, ഇന്ന് മോള് വരണ്ട. എല്ലാം ഒന്ന് ശരിയാകട്ടെ. ശരിയാവാനോ? എന്ത് ശരിയാവാൻ? ഞാനെന്താ ഇവിടെ സുഖമില്ലാതെ കിടക്കായിരുന്നോ? 2-3 ദിവസം വിശ്രമമൊക്കെ എടുക്കാൻ. ഗോപാലമാമ ഇങ്ങ് വന്നേ. മോളെ, സുനന്ദേച്ചി, ഇന്നലെ വൈകുന്നേരം ഗോപാലമാമയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പച്ചക്കറി വാങ്ങണം, മുട്ട വാങ്ങണം, പിന്നെ മോൾക്ക് കളർ പെൻസിൽ. അത്രയല്ലേ ഉള്ളൂ? അത്രയല്ലേ? അതെ. അതെ, അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അത് കൊള്ളാം. പണിയെടുക്കാൻ വേണ്ടി ഒരാള് പുറത്തേക്ക് പോകുമ്പോ എന്തേലും വേണോന്ന് ചോദിച്ചാ ഒന്നും വേണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയണം. എങ്കിലേ അവിടെ പൊരി വെയിലത്തുനിന്ന് പണിയെടുക്കുമ്പോ ഒരു ഉഷാറുണ്ടാവും. അല്ലേ ഗോപാലമ്മ? ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്നെന്താ ആദ്യമായിട്ട് കാണണോ? കൃഷ്ണ